ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയൻ സഫാരി. ഇന്നെൻ്റെ ഡേ ഓഫ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി അങ്ങ് ഉണ്ടാക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കാണിച്ചായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കുന്നതോ അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. ഒത്തിരി പേര് എന്നെ വിളിച്ച് അതിന്റെ റെസിപ്പി വേണം, ഉണ്ടാക്കുന്ന എന്തെല്ലാമാണ് ചേർക്കുന്നത് എല്ലാം അതൊന്ന് കാണിക്കണം എന്നെല്ലാം പറഞ്ഞു ഒത്തിരി പേര്. അവർക്ക് വേണ്ടിയല്ല ഞാനൊരു എളുപ്പ വഴിയിൽ അടിപൊളി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനൊന്ന് കാണിക്കാൻ പോവാണ് ഇന്ന്. ഞാൻ ആദ്യമേ ഷോപ്പിങ്ങിന് പോവാണ്. കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് ഓടി വരാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യമേ ചിക്കൻ അങ്ങ് വെട്ടാൻ പോവാണ്. ചിക്കൻ വെട്ടി ഒന്ന് പെരട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഫ്രീസറിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് ആവും. പിന്നെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ഇനി എടുത്താൽ മതി. ഞാൻ മേരിലാൻഡാണ് വാങ്ങിച്ചത്. അതായത് ലെഗും തൈസും കൂടെ ഉള്ളതാണ്. ഫുൾ ചിക്കൻ ഞാൻ മേടിക്കാറില്ല അങ്ങനെ. അപ്പൊ ആദ്യമേ ഇതിന്റെ തൊലി അങ്ങിരിക്കാം. തൊലി ഇരിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇതുപോലെ ഒരു തുണി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഇതിന് പോലും കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ചിക്കൻ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കഴുകി ഇതെടുക്കുക. ഇച്ചിരി മഞ്ഞപ്പൊടിക്കകത്തൊന്ന് ഏത് ഇറച്ചിയും ഇച്ചിരി മഞ്ഞപ്പൊടിയിൽ ഒന്ന് കഴുകി എടുക്കണം. അടിപൊളിയായി. പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതാണ് കഴുകി എടുത്തോ. 4-5 കഴുകി. ഇനിയിപ്പം നമ്മൾ അരിപ്പ എടുത്തു. ഇനി ഇതിനകത്തോട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് പോയിക്കോളൂ. ഊർന്നങ്ങ് പോയിക്കോളൂ. ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് പെരട്ടി അങ്ങ് വെക്കാം. ഫ്രീസറിനകത്തോട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് പിടിക്കും. പിന്നെ നമുക്ക് വറക്കാൻ അങ്ങിടാം. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതങ്ങ് പെരട്ടി വെക്കാം. ചിക്കൻ അങ്ങ് എടുത്തിട്ട് ഒന്ന് പെരട്ടി വെച്ച് ഫ്രീസറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് പിടിക്കും. ഓക്കെ, അടിപൊളിയായിട്ടില്ലേ? മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ പെരട്ടി ഇനിയും ഇത് നമ്മൾ ഫ്രീസറിനകത്തോട്ട് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റത്തേക്ക് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ ഞാൻ ഇത് ഫ്രീസറിനകത്തോട്ടൊക്കെ വെക്കാൻ പോകാം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് സവാള അങ്ങ് അരിഞ്ഞിട്ട് അതങ്ങ് വഴറ്റാൻ വെക്കാം. ഇപ്പൊ 2 കിലോ ഇറച്ചിയാണെങ്കിൽ 4 കിലോ സവാള വേണമെന്നാണ് പറയുന്നത്. കുക്കിംഗ് ഒന്നും അങ്ങനെ എനിക്ക് വലിയ പ്രശ്നമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ ജീവിച്ചവര് കുക്കിംഗ് പഠിക്കാതെ അവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഞാൻ ഗൾഫിൽ വെച്ച് പഠിച്ചതാണ് ഈ കുക്കിംഗ് എല്ലാം. ആ ഒരു ജീവിതം ഒന്നും മറക്കാൻ ഒക്കത്തില്ല. ഗൾഫിലെ ആ ജീവിതവും ആ കഷ്ടപ്പാടും, നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇപ്പം ഗൾഫിൽ താമസിച്ച ഒരാൾക്കും കുക്കിംഗ് അറിയത്തില്ല എന്നാരും പറയത്തില്ല. ഇത് നമ്മുടെ സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്തത്. ആദ്യം ചിക്കൻ അങ്ങ് പെരട്ടി വെച്ചു. ചിക്കൻ അവിടെ ഒന്ന് ഫ്രീസ് ഇതാകുന്നോണ്ട് ഒന്ന് പിടിക്കുന്നോണ്ട് നമുക്ക് ഉള്ളി വഴറ്റാൻ അപ്പുറത്തോട്ടൊക്കെ ഇടാം. അപ്പൊ സവാള തൊലി കംപ്ലീറ്റും പൊളിച്ചു. ഇനിയും കഴുകി എന്നിട്ട് നമുക്ക് അരിയാം.
അപ്പം ഫ്രണ്ട്സ്, നമ്മൾ സവാള കംപ്ലീറ്റ് അരിഞ്ഞു. ഇനിയും നമ്മൾ അങ്ങ് വഴറ്റാൻ പോവാണ്. അവിടെ ചെറിയ തീയിൽ അങ്ങ് കിടന്നു കഴിഞ്ഞാൽ അങ്ങ് റെഡി ആയിക്കോളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വറക്കാം. അപ്പൊ നമ്മൾ ഇനിയും ഉള്ളി വഴറ്റാൻ പോവാണ്. ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്കങ്ങ് ചെറിയ തീയിൽ അങ്ങ് അടച്ചു വെച്ചാൽ മതി. കുറച്ച് എണ്ണ മതി. ഒത്തിരി ഒന്നും ഞാൻ എണ്ണ ഉപയോഗിക്കത്തില്ല, കുറച്ച് എണ്ണ മതി. അപ്പൊ ഉള്ളി ഇവിടെ കിടന്ന് വേണ്ട നല്ല അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു സവാള നമ്മൾ തീരെ തിന്നായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മള് ബിരിയാണിയുടെ മുകളില് വറുത്തിടാൻ വേണ്ടിയാണ്. അപ്പൊ തീരെ കനം കുറച്ച് വേണം അരിയാൻ. നമുക്ക് കണ്ടോ, ഞാൻ ഉള്ളി അങ്ങ് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇരുന്നോട്ടെ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വറക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഈ അതിന്റെ മണ്ടയ്ക്കിടാനുള്ള സവാള ചെറുതായിട്ടങ്ങ് അരിഞ്ഞു. ഇനിയിപ്പം സാലഡിനുള്ള ഒരു 3 സവാള ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പം ആവും. അപ്പൊ ഉള്ളി ഇവിടെ കിടന്ന് വേണ്ട നല്ല അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ്ട് അടുത്ത ഇത് വെച്ചു, ചട്ടി വെച്ചു. ഇനി നമ്മൾ ചിക്കൻ അങ്ങ് വറക്കാൻ പോവാണ്. ഇത് കണ്ടോ, ചിക്കൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളങ്ങ് വറുത്തെടുത്താൽ മതി. വറക്കാൻ എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണ ഞാൻ ഒഴിക്കത്തില്ല, ഇത്രയും മതി. ബാക്കി അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും. എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുക. അപ്പം ചിക്കൻ അങ്ങിടാം. നമുക്കൊരു കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് ഇറങ്ങും. അങ്ങനെ ചിക്കൻ അടിപൊളിയായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാട്ടെ. പിന്നെ ഉള്ളി ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നു. ഇവ കണ്ടാ, ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി ബാക്കി നമ്മൾ ചിക്കൻ കറിക്കകത്ത് ഇടുന്നോണ്ട് അങ്ങ് വെന്തോളൂ. ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് എടുക്കുക, ഇനി സെക്കൻഡ് ട്രിപ്പ് ഇടാം. നമ്മൾ ഇനിയും ഇച്ചിരി നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി വറക്കാൻ അങ്ങ് വെക്കുക. എന്താന്ന് വെച്ചാൽ മിക്സ് ചെയ്യാൻ വേണ്ടിയേ നെയ്ക്കകത്താണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളി ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്തിരി ഇടുകയാണ്. മുന്തിരി ഒരു ശകലം ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു. അതങ്ങ് ഇളക്കിയേക്കാം. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കണം. ഇത് കഴിഞ്ഞ് നമ്മൾ തക്കാളി ഇടണം. ഇനിയിപ്പം നമുക്ക് ഒരു 3 തക്കാളിയും കൂടെ അതിനകത്ത് ഇടണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടി ഇടാൻ വേണ്ടി. ഈ തക്കാളി ചെറിയ പീസായിട്ട് അരിയണം, ചെറുതായിട്ട്. എന്നാലേ എളുപ്പം അങ്ങോട്ട് ഇതാകത്തുള്ളൂ. 3 തക്കാളി മതി. കൂടുതലായി കഴിഞ്ഞാല് ഒരുമാതിരി പുളിയായി. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ തക്കാളിയും കൂടെ ഇട്ടു. വേണ്ട, ഇനിയും തക്കാളി അങ്ങോട്ട് ഒന്ന് വേകുന്നോണ്ട് നമുക്ക് മസാല ഇടണം. ഇനി അങ്ങ് അടച്ചു വെക്കാം. ഇനി മസാല അങ്ങ് ഇടാൻ പോവാം. ചിക്കനകത്ത് ഞാൻ ഓൾറെഡി ഉപ്പിട്ടാണ്, കുറച്ച് ഉപ്പും കൂടെ ഇടേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാം ചിക്കൻ മസാല, ബിരിയാണി മസാല, കറി മസാല എല്ലാം ഇട്ടു. കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. ചിക്കനകത്ത് ഓൾറെഡി ഞാൻ ഉപ്പിട്ടയാണ്, ചിക്കൻ വറുത്തതിനകത്ത്. അപ്പൊ ഞാൻ ഇനിയും ചിക്കൻ വറുത്തത് എടുത്ത് ഇതിനകത്ത് ഇടാൻ പോവാണ്, മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ചിക്കൻ ഇടാൻ പോവാണ്. ഈ ചിക്കൻ വറുത്ത് ഇടുന്നതുകൊണ്ട് ഇതാണ്ട് ഇപ്പൊ ഇളക്കുന്നതുകൊണ്ട് പൊടിയത്തില്ല. അതാണ് അതിന്റെ വലിയൊരു ഗുണം. നമ്മൾ ഈ മിന്റും കൊറിയാണ്ടറും കൂടെ, കുറച്ച് കൊറിയാണ്ടറും കൂടെ നമ്മൾ ആ ചിക്കനകത്തോട്ട് ഇടാം. ഇനി ഒന്ന് അടച്ചു വെച്ച് അങ്ങ് വേവിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. എല്ലാം ഓക്കെ. ചിക്കൻ കറി ഏകദേശം വെന്തു.
നോക്കിയാൽ ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. അരി ഇതാണ്ട് അതിന് വെള്ളം വെച്ചു, അരിക്ക് വെള്ളം വെച്ചു. അപ്പൊ ഇനി അടുത്ത അരി ഇടാൻ പോവാണ്. അരിക്ക് വെള്ളം വെച്ചു, അതിനകത്ത് കറുവാപ്പട്ട, ഗ്രാമ്പു, ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി ഏലക്കായും കൂടെ ഇട്ട് കഴിഞ്ഞ് ഈ വെള്ളം തിളയ്ക്കുന്നോണ്ടേ അതിനകത്തോട്ട് നമ്മൾ അരി അങ്ങിടും. നമ്മുടെ അരിക്കുള്ള വെള്ളം വെച്ച് വെള്ളം തിളച്ചു, അരി ഇട്ടു. ഇനി ഞാൻ അടച്ചു വെക്കാൻ പോവാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഏകദേശം എല്ലാം റെഡിയായി. ചോറായി, ചിക്കനായി, ബാക്കിയുള്ള എല്ലാ സെറ്റപ്പുമായി. ഇനി നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, ആദ്യമേ ഇച്ചിരി നെയ്യ് ഒന്നിട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ചോറിടുക. രണ്ട് ലെയറായിട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഇനി മല്ലിയില പുതുനിലയാണ് ഇത്. ഇതൊന്ന് സവാള, ഇച്ചിരി മുന്തിരി, ഇനി നമ്മള് ചിക്കൻ അങ്ങോട്ട് ഇടാൻ പോവാണ്. അപ്പൊ ഇനി അടുത്ത ലെയർ ഇടാൻ പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര മണിക്കാ? 4 മണിക്ക് ഞാൻ തുടങ്ങിയതാണ്. 4 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ 8:45. പക്ഷെ നമുക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം ഇത്രയും ടൈം എടുക്കുമല്ലോ എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം ജീവിതത്തിൽ ഒന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ്. ഇനി അടുത്ത ലെയർ ഞാൻ ചിക്കൻ ഇടാൻ പോവാണ്. ഇപ്പൊ എല്ലാം ആയി. ഇനിയിപ്പൊ നമ്മള് ചോറ് അങ്ങ് ബാക്കി ഇടുകയാണ്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം അങ്ങോട്ട് ഇട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി നെയ്യും കൂടെ മുകളിൽ ശകലം ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ അതാണ് അതിന്റെ ടേസ്റ്റ്. അപ്പം കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളങ്ങ് കഴിക്കും. ഇനിയിപ്പോ അപ്പൊ സാലഡിനകത്ത് ഇടാൻ നമ്മുടെ നല്ല ഫ്രഷ് കാന്താരി. ഒത്തിരി നല്ല എരിവാണ്, 5 എണ്ണം മതി. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. മല്ലിയില കണ്ടോ, നല്ല ഫ്രഷ് സാധനം. മേടിച്ചോണ്ട് വന്നതാണ്, ഇവിടെ ഒന്നുമില്ല. മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പപ്പടവും കാച്ചി. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലയോ? അപ്പം നമ്മുടെ ബിരിയാണി റെഡിയാണ്, കഴിക്കാൻ പോവാണ്. സാലഡ്, മുട്ട, പിന്നെ ഞാൻ പപ്പടം, പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ. പിന്നെ പ്രിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നാരങ്ങ അച്ചാറാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ എങ്ങനെ ഉണ്ടെന്ന്.
സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഒറ്റയൊരു പേടിയുള്ളായിരുന്നു, ഉപ്പിന്റെ ഒരു കാര്യം കറക്റ്റാണ്, ഒരു പ്രശ്നവുമില്ല, നല്ല അടിപൊളിയായിട്ട് വന്നു. ഇനിയും എന്റെ ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പം അടുത്ത എന്റെ ഒരു വേറൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.